ഹായ്, ഞാനിപ്പോഴത് എറണാകുളം സൗത്ത് KSRTC ബസ് സ്റ്റാൻഡിലാണ്. എന്റെ ഇന്നത്തെ യാത്ര എറണാകുളത്ത് നിന്ന് അതിരപ്പള്ളി വാഴച്ചാൽ ഫോറസ്റ്റിലൂടെ മലക്കപ്പാറയിലേക്കാണ്. ഈ യാത്രയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. KSRTC ബഡ്ജറ്റ് ടൂറിസത്തിന്റെ ഭാഗമായി നടത്തുന്ന ഉല്ലാസയാത്രയിലാണ് നമ്മൾ ഇന്ന് മലക്കപ്പാറയിലേക്ക് പോകുന്നത്. കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിലായിരുന്നു എറണാകുളം ഡിപ്പോയിൽ നിന്ന് മലക്കപ്പാറയിലേക്കുള്ള ഉല്ലാസയാത്ര ആരംഭിച്ചത്. ശനി ഞായർ ദിവസങ്ങളിലും അതേപോലെ എല്ലാ ഹോളിഡേയ്സിലും മാത്രമാണ് എറണാകുളത്ത് നിന്ന് മലക്കപ്പാറയിലേക്കുള്ള ഈ ഒരു ഉല്ലാസയാത്ര ഉള്ളത്. അപ്പോൾ ഈ ഒരു യാത്രയെക്കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസും ഈ വീഡിയോയിൽ തന്നെ വിശദമായി ഞാൻ പറഞ്ഞുതരാം. സമയം രാവിലെ 6 മണി കഴിഞ്ഞു. എറണാകുളം സ്റ്റാൻഡിൽ നിന്നും രാവിലെ 6:15 ആരംഭിച്ച് രാത്രി 11 മണിയോടുകൂടി തിരിച്ച് എറണാകുളം എത്തുന്ന പോലെയാണ് ഈ ഒരു യാത്ര. ഇതാണ് നമുക്ക് പോകാനുള്ള നമ്മുടെ ബസ്. ഒരു മുൻപരിചയമില്ലാതെ ഒരു ബസ് നിറയെ യാത്രയെ സ്നേഹിക്കുന്നവരുടെ കൂടെ ഒരു ദിവസം. അതായിരുന്നു ഈ ഒരു ഉല്ലാസയാത്ര. ഒരുപാട് നല്ല കാഴ്ചകളും അതേപോലെ ഒരുപാട് നല്ല ഓർമ്മകളും തന്ന മനോഹരമായ ഒരു യാത്ര തന്നെയായിരുന്നു ഇത്. ഈ ഒരു യാത്രയിലെ മാക്സിമം കാഴ്ചകളും നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു യാത്രയിൽ കോർഡിനേറ്ററായിട്ട് സിറാജേട്ടനും ഡ്രൈവറായിട്ട് ലോകേഷേട്ടനുമായിരുന്നു. വീഡിയോ എടുക്കുന്നതിനായുള്ള എല്ലാ സപ്പോർട്ടും അവരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. യാത്ര ആരംഭിക്കുന്നതിന് മുന്നേ ലോകേഷേട്ടൻ നമ്മുടെ ആനവണ്ടി ഒന്ന് ചെറുതായി അലങ്കരിക്കുകയാണ്. നമ്മുടെ ഈ ബസിന്റെ റൂട്ട് എന്ന് പറയുന്നത് എറണാകുളത്ത് നിന്ന് ആരംഭിച്ച് ആലുവ, അങ്കമാലി, ചാലക്കുടി വഴിയാണ് നമ്മൾ മലക്കപ്പാറയിലേക്ക് പോകുന്നത്. അതുകൊണ്ട് എറണാകുളം സ്റ്റാൻഡിലെത്താൻ പറ്റാത്തവർ ഈ റൂട്ടിൽ എവിടെയെങ്കിലും നിന്നാൽ മതിയാവും. നമ്മുടെ ബസ്സിലുണ്ടായിരുന്ന കൂടുതൽ പേരും എറണാകുളം സ്റ്റാൻഡിൽ നിന്ന് തന്നെ കയറി. അങ്ങനെ എറണാകുളത്ത് നിന്ന് കയറിയവരുടെ ലിസ്റ്റ് എടുത്ത് നമ്മുടെ യാത്ര ആരംഭിച്ചു. പോകുന്ന വഴിക്ക് നമ്മുടെ ബസ്സിൽ കുറച്ചുപേർ കൂടി കയറാനുണ്ടായിരുന്നു. കൊച്ചിയിലെ തിരക്ക് പിടിച്ച ലൈഫിൽ നിന്നും മാറി ഒരു ദിവസം കാടിന്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ടുള്ള ഈ ഒരു ആനവണ്ടി യാത്ര എന്തായാലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒന്ന് തന്നെയാണ്. അതേപോലെ ആനവണ്ടിയിലുള്ള കാനന യാത്രകൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായും സഞ്ചരിക്കേണ്ട റൂട്ടാണ് അതിരപ്പള്ളി വഴി മലക്കപ്പാറയിലേക്കുള്ള റൂട്ട്. കേരളത്തിലെ മിക്ക ഡിപ്പോകളിൽ നിന്നും മലക്കപ്പാറയിലേക്ക് KSRTCയുടെ സൈറ്റ് സീയിങ് ബസ്സുകളുണ്ട്. അതിരപ്പള്ളി വാഴച്ചാൽ കഴിഞ്ഞ് 55 കിലോമീറ്റർ വനത്തിലൂടെ സഞ്ചരിച്ചു വേണം നമുക്ക് മലക്കപ്പാറയിലേക്ക് എത്താൻ. ഒരാൾക്ക് 600 രൂപയാണ് ഈ ഒരു ഉല്ലാസയാത്രയിൽ വരുന്ന ചാർജ്. പിന്നെ ഈ ഒരു യാത്രയിൽ മുൻകൂട്ടി ബുക്ക് ചെയ്തവർക്ക് മാത്രമേ പങ്കെടുക്കാൻ സാധിക്കൂ. ബുക്ക് ചെയ്യേണ്ട നമ്പർ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ശരിക്കും നമ്മുടെ ഈ യാത്രയിലെ മനോഹരമായ കാഴ്ചകൾ ആരംഭിക്കുന്നത് ചാലക്കുടി കഴിഞ്ഞാണ്. എറണാകുളത്ത് നിന്ന് ചാലക്കുടി വരെ 50 കിലോമീറ്റർ ഉണ്ട്. ഏകദേശം 1.5 മണിക്കൂർ സമയമെടുക്കും നമ്മൾ ചാലക്കുടിയിലെത്താൻ. നമ്മുടെ ഇന്നത്തെ ഈ മലക്കപ്പാറ യാത്രയെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ആദ്യം തന്നെ നമ്മുടെ കോർഡിനേറ്ററായ സിറാജുദ്ദീൻ ചേട്ടൻ നമുക്ക് വിശദമായി തന്നെ പറഞ്ഞിരുന്നു. കേരളത്തിന്റെ സ്വകാര്യ അഹങ്കാരമായ ആനവണ്ടിയിലെ വിനോദയാത്ര കേരള ബഡ്ജറ്റ് ടൂറിസത്തിന്റെ ഭാഗമായി 3 വർഷത്തോളം കേരളത്തിൽ വളരെ വിജയകരമായിട്ട് നടത്തുന്ന കേരള ബഡ്ജറ്റ് ടൂറിസത്തിന്റെ എറണാകുളത്തെ സംരംഭം കഴിഞ്ഞ സെപ്റ്റംബർ 6-ാം തീയതിയാണ്. സെപ്റ്റംബർ 6 ശ്രീകൃഷ്ണ ജയന്തിയുടെ അന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. എറണാകുളത്ത് കുറച്ച് താമസമെടുത്തെങ്കിലും വളരെ മികച്ച പ്രതികരണമാണ് ഉളവാക്കിയത്. ഈ ട്രിപ്പിൽ ഒരുമിച്ച് കൂടിയ നമ്മളെല്ലാവരും ഇന്നത്തെ ദിവസം ഒരേ കുടുംബാംഗങ്ങളായി
സഹോദരങ്ങളെ പോലെ, സുഹൃത്തുക്കളെ പോലെ ഇന്നത്തെ ദിവസം നമ്മൾ കളിച്ചും ചിരിച്ചും തമാശകൾ പറഞ്ഞും ആടിയും പാടിയും ഇന്നത്തെ ഈ ഉല്ലാസയാത്ര എല്ലാവരും തന്നെ വളരെ നന്നായി സഹകരിച്ചുകൊണ്ട് നമുക്ക് വളരെ സന്തോഷത്തോടുകൂടി ഇന്നത്തെ യാത്ര പൂർത്തീകരിക്കാം. ഞാൻ ആദ്യം എന്നെ പരിചയപ്പെടുത്താം. എന്റെ പേര് ബേബി സിറാജുദ്ദീൻ. 13 വർഷമായി എറണാകുളം ഡിപ്പോയിലെ കണ്ടക്ടറായി ജോലി ചെയ്യുന്ന ഞാൻ ഇതിന്റെ കോർഡിനേറ്റർ, എറണാകുളത്തെ ബഡ്ജറ്റ് ടൂറിസത്തിന്റെ കോർഡിനേറ്ററായിട്ടാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇടവേളകൾ കിട്ടുമ്പോൾ പരിചയപ്പെടാം. ലോകേഷ് പച്ചാള നിവാസിയാണ്. അദ്ദേഹം സ്ഥിരമായിട്ട് ഹൈറേഞ്ച് ഡ്യൂട്ടികൾ ഓടുന്ന ഡ്രൈവറാണ്. ഇപ്പൊ നമ്മുടെ സാരഥിയാവാൻ അദ്ദേഹത്തെ നമുക്ക് ഒരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. പിന്നീട് ട്രിപ്പിനെ കുറിച്ചുള്ള ഒരു ചെറിയ അറിയിപ്പ്. ഇത് 6:15 ഏതാണ്ട് 6:30 മണിക്ക് എറണാകുളം സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെട്ട ചാലക്കുടിയിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം തുമ്പൂർ മൊഴി എന്ന് പറയുന്നത് ഒരു പ്രകൃതിദത്ത ഉദ്യാനമാണ്. ഈ തുമ്പൂർ മൊഴിയിൽ മനോഹരമായിട്ടുള്ള ഒരു തൂക്കുപാലമുണ്ട്. നമുക്കറിയാം, കേരള പ്രകൃതി ശാസ്ത്രം എടുത്തു കഴിഞ്ഞാൽ, അതിന്റെ ചിത്രങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന്റെ ചിത്രങ്ങൾ ഇല്ലാത്ത ഒരു ഇതുപോലെ ഉണ്ടാകാറ്. ഈ അതിരപ്പള്ളി വ്യൂ പോയിന്റിൽ കുറച്ചു സമയം നമ്മൾ ചെലവഴിച്ചു. അതിനുശേഷം മറ്റൊരു വെള്ളച്ചാട്ടമായ ചാർപ്പ വെള്ളച്ചാട്ടത്തിൽ കുറച്ചു സമയം ചെലവഴിച്ചതിന് ശേഷം വാഴച്ചാൽ നമുക്കറിയാം വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രകൃതി രമണീയമായ ഒരു വെള്ളച്ചാട്ടമാണ്. അവിടെ 40 മിനിറ്റ് ഉണ്ട്. അവിടെ അത്യാവശ്യം ടോയ്ലറ്റ് സൗകര്യങ്ങളുണ്ട്. വാഴച്ചാല് കഴിഞ്ഞാൽ പിന്നെ ചോളയാർ, ലോവർ ചോളയാർ, അപ്പർ ചോളയാർ, മലക്കപ്പാറ. ഇനി ഞാൻ എന്നെയും എന്റെ സാരഥിയെ പരിചയപ്പെടുത്തി. ഇനി നിങ്ങൾ ഓരോരുത്തരെയും പരിചയപ്പെടും. എന്നാലാണ് ഈ അപരിചിതത്വം വിട്ടുമാറും. നമുക്കറിയാം, പലരും പല സ്ഥലങ്ങളിലുള്ളവരും പല കുടുംബങ്ങളിലുള്ളവരും വ്യത്യസ്ത കൾച്ചറുള്ളവരുമാണ്. നമ്മളെല്ലാവരും ഇന്നത്തെ ദിവസം ഒരു കുടുംബം പോലെയാകുമ്പോൾ ഏറ്റവും ആദ്യം വേണ്ടത് അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുക എന്നുള്ളതാണ്. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എന്റെ പേര് ജോൺസൺ എന്നാണ്. ഞാനിപ്പം പാലാരിവട്ടത്താണ് താമസിക്കുന്നത്. ഒരു കുടുംബം ഒരുമയോടെ എളിമയോടെ നമ്മൾ സ്നേഹം പങ്കുവെച്ച്. അപ്പൊ എന്റെ പേര് ടീച്ചർ ജോർജ്, റിട്ടേൺ അധ്യാപകൻ, മ്യൂസിക്കാണ് എന്റെ. താങ്ക് യു, എല്ലാവർക്കും നന്ദി. ചിരിക്കുക. ഓക്കെ, ബൈ. ഹലോ, എല്ലാവരും ചിരിക്കണം, സന്തോഷിക്കണം. സന്തോഷിക്കണം. എല്ലാവരും വിട്ടോ. എന്റെ പേര് സപ്ന. ഞാൻ കാഞ്ഞവരത്ത് വരുന്നു. ടൂർ പോകുന്ന വ്യക്തിയാണ്. ഇനിയിപ്പോ 20 വർഷത്തിന് വീണ്ടും കാശി, ഹരിദ്വാർ, വാരണാസി, ഋഷികേശ്, ഉജ്ജയിൻ, അയോധ്യയിലൊക്കെ പല പരിപാടികൾ പോകാനായിരിക്കുകയാണ്. യാത്ര വളരെ ഇഷ്ടമാണ്. നിങ്ങളൊപ്പം കാണാൻ സാധിക്കും. വളരെ സന്തോഷം. മകൻ മാനെല്ലാം എന്റെ പേര് സമീ മുഹമ്മദ്. എന്റെ പേര് ഞങ്ങൾ നോർത്ത് പറമ്പിലാണ് താമസം. ഞാൻ ടീച്ചറാണ്. എന്റെ പേര് സുനിൽ ബാബു. നെട്ടൂരാണ് വീട്. ഹസ്ബൻഡ് 3 പിള്ളേരുണ്ട്. ഹസ്ബൻഡ് പോലീസിൽ റിട്ടയർഡ്.
അങ്ങനെ നമ്മളിപ്പോൾ ചാലക്കുടി എത്തി. സമയം 7:40. നമ്മളിനി ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് പോകുന്നത്. ഇവിടെയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് ഈ ഹോട്ടലില്. ഇവിടെ ടോയ്ലറ്റ് സൗകര്യങ്ങളെല്ലാം ഉണ്ട്. ചാലക്കുടി KSRTC ബസ് സ്റ്റാൻഡിന്റെ തൊട്ടടുത്താണ് നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാനായി നിർത്തിയിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഈ ഒരു പാക്കേജിൽ ഫുഡ് ഉൾപ്പെടില്ല. ഫുഡിന് നമ്മൾ സെപ്പറേറ്റ് പൈസ കൊടുത്ത് കഴിക്കേണ്ടി വരും. നമ്മുടെ ബസ് 3 നേരവും ഫുഡ് കഴിക്കാനായി നിർത്തി തരും. ഉച്ചയ്ക്കുള്ള ഫുഡ് മലയ്ക്കപ്പാറയിൽ നിന്നാണ്. ഞാൻ പോയ ദിവസം കുറേ സ്ഥലങ്ങളിൽ നിന്ന് മലയ്ക്കപ്പാറയിലേക്ക് KSRTCയുടെ ഉല്ലാസയാത്രകളുണ്ടായിരുന്നു. അവരെല്ലാം നമ്മൾ നിർത്തിയ അതേ ഹോട്ടലിലായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി നിർത്തിയത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് 8:20 ചാലക്കുടിയിൽ നിന്നും നമ്മുടെ യാത്ര വീണ്ടും ആരംഭിച്ചു. അടുത്ത സ്ഥലം എന്ന് പറയുന്നത് തുമ്പൂർ മഴയാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതാണ്. എറണാകുളം, തൃശൂർ ജില്ലകളുടെ സംഗമസ്ഥാനം. അതുപോലെ തന്നെ ഒരു തൂക്കുപാലമുണ്ട്. നമ്മുടെ ഈ ഒരു യാത്രയിലെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ തുമ്പൂർ മൊഴിയാണ്. ചാലക്കുടിയിൽ നിന്നും ഇനി 17 കിലോമീറ്റർ ഉണ്ട് തുമ്പൂർ മൊഴിയിലേക്ക്. KSRTCയിലെ ഈ ഒരു ഉല്ലാസയാത്ര ആദ്യമായി ആരംഭിച്ചത് ചാലക്കുടി ഡിപ്പോയിൽ നിന്നാണ്. ചാലക്കുടിയിൽ നിന്നും മലയ്ക്കപ്പാറയിലേക്കായിരുന്നു ആദ്യത്തെ യാത്ര. ആ യാത്ര വൻ ഹിറ്റായതോടെ കേരളത്തിന്റെ പല ഡിപ്പോകളിൽ നിന്നും മലയ്ക്കപ്പാറയിലേക്കുള്ള ഉല്ലാസയാത്രകൾ ആരംഭിച്ചു. നിലവിലിപ്പോൾ കേരളത്തിലെ പല ഡിപ്പോകളിൽ നിന്നും ഒരുപാട് സ്ഥലങ്ങളിലേക്ക് KSRTCയുടെ ഈ ഒരു ഉല്ലാസയാത്രകളുണ്ട്. എറണാകുളത്ത് നിന്ന് മലയ്ക്കപ്പാറയിലേക്ക് മാത്രമല്ല, ഗവിയിലേക്കും KSRTCയുടെ ഉല്ലാസയാത്രയുണ്ട്. അപ്പോൾ അത് ബുക്ക് ചെയ്യാനുള്ള നമ്പർ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. മുന്നോട്ട് പോകുന്തോറും ആന ഇറങ്ങാൻ ചാൻസ് ഉണ്ടെന്ന് ഒരുപാട് സൈൻ ബോർഡുകൾ കാണാൻ സാധിക്കും. നമ്മുടെ ബസ്സിലുണ്ടായിരുന്ന എല്ലാവരും തന്നെ പാട്ടൊക്കെ പാടി എൻജോയ് ചെയ്താണ് ഈ ഒരു യാത്ര പോയത്. അങ്ങനെ നമ്മളിപ്പോൾ നമ്മുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷനായ തുമ്പൂർ മൊഴി എത്തി. സമയം 9 മണിയായി. നമുക്കിവിടെ ഏകദേശം 40 മിനിറ്റ് സമയം കിട്ടും. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് ഇങ്ങോട്ടേക്കുള്ള പ്രവേശനമുള്ളത്. പിന്നെ ഇവിടെ സെപ്പറേറ്റ് എൻട്രി ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അഡൽട്ടിന് 20 രൂപയും കുട്ടികൾക്ക് 15 രൂപയും അതേപോലെ സീനിയർ സിറ്റിസന് 10 രൂപയുമാണ് ഇവിടെ എൻട്രി ഫീസ്. നമ്മുടെ ഈ ഒരു പാക്കേജിൽ എൻട്രി ഫീസ് ഒന്നും ഉൾപ്പെടില്ല. അതെല്ലാം നമ്മൾ സെപ്പറേറ്റ് എടുക്കേണ്ടി വരും. തൃശ്ശൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഈ ഒരു തുമ്പൂർ മൊഴി. ഇവിടെ ഒരു ഗാർഡനും അതിൻ്റെ അടുത്തായിട്ട് ചിൽഡ്രൻസ് പാർക്കും പിന്നെ മനോഹരമായ ഒരു തൂക്കുപാലവും ഉണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ ഭംഗിയുള്ളത് ഇവിടുത്തെ ഈ തൂക്കുപാലം തന്നെയാണ്. ഇവിടെ നിന്നുള്ള കാഴ്ചകളെക്കുറിച്ച് ഒന്നും പറയാനില്ല. കാരണം അത്രയ്ക്ക് മനോഹരമാണ് ഇവിടെ നിന്നുള്ള കാഴ്ച കാണാൻ. അങ്ങനെ തുമ്പൂർ മൊഴിയിലെ കാഴ്ചകൾ കണ്ടതിന് നമ്മുടെ യാത്ര വീണ്ടും ആരംഭിച്ചു. തുമ്പൂർ മൊഴി എങ്ങനെ ഉണ്ടായിരുന്നോ? ശക്തിപാല ഓക്കെ, ഇഷ്ടപ്പെട്ടില്ലേ? അത്രയും ആനവണ്ടി അത്രയും ബഹുമാനിക്കുന്ന ഒരു കൂട്ടരാണ് നമ്മുടെ ആന. അവരുടെ പേരിലുള്ള വണ്ടിയല്ലേ?
എന്നും കാണുമെന്നുള്ള ശുഭവിശ്വാസത്തോടെ നമുക്ക് മുന്നോട്ട് പോവാം. എന്തു പറഞ്ഞാലും നിന്നും കിടുങ്ങാതെ ഇന്നിക്കൂടെ പോയി യാത്രയായി യാത്രയായി അങ്ങനെ തുമ്പൂർ മൊഴി കഴിഞ്ഞ് നമ്മളിപ്പോൾ അതിരപ്പള്ളി റൂട്ടിൽ റോഡ് സൈഡായി തന്നെയുള്ള എണ്ണപ്പനത്തോട്ടം കാണാൻ വേണ്ടി നിർത്തിയതാണ്. ഇവിടെ ഇറങ്ങി നമുക്ക് അത്യാവശ്യം ഫോട്ടോസൊക്കെ എടുക്കാം. ഇതെല്ലാം ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന തോട്ടങ്ങളാണ്. പിന്നെ ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് ഈ ഭാഗത്തൊക്കെ ആനകളെ കാണാൻ സാധിക്കും. കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഇവിടെ വെച്ച് ആനയെ കണ്ടെന്ന് നമ്മുടെ കോർഡിനേറ്ററായ സിറാജേട്ടൻ പറഞ്ഞു. പിന്നെ നമ്മുടെ ഇന്നത്തെ ഈ യാത്രയിൽ നമുക്ക് ആനകളെ കാണാൻ സാധിച്ചു. അതിന്റെ വിഷ്വൽസ് എല്ലാം ഈ വീഡിയോയിൽ തന്നെ ഉണ്ട്. അങ്ങനെ ഒരു 10 മിനിറ്റ് അവിടെ സ്പെൻഡ് ചെയ്തതിനു ശേഷം നമ്മുടെ യാത്ര വീണ്ടും ആരംഭിച്ചു. ചന്ദ്രിക വന്നോ നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ, പ്രേമ ചകോരി ചകോരി ചകോരി. ചാലക്കുടിയിൽ നിന്നും അതിരപ്പള്ളി വഴി മലക്കപ്പാറയിലേക്കുള്ള ഈ ഒറ്റ റൂട്ടിൽ തന്നെ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. ഈ റൂട്ടിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളെല്ലാം നമ്മുടെ ഈ യാത്രയിൽ കവർ ചെയ്യുന്നുണ്ട്. അതിരപ്പള്ളി, ചാർപ്പ, വാഴച്ചാൽ എന്നിങ്ങനെ 3 വെള്ളച്ചാട്ടങ്ങൾ നമുക്ക് ഈ യാത്രയിൽ കാണാൻ സാധിക്കും. വാഴച്ചാൽ കഴിഞ്ഞ് 55 കിലോമീറ്റർ വനത്തിലൂടെ സഞ്ചരിച്ചു വേണം നമുക്ക് മലക്കപ്പാറ എന്ന മനോഹരമായ ഗ്രാമത്തിലേക്ക് എത്താൻ. നിന്നെ ഞാൻ എന്നിൽ നിന്നും പറന്നകന്നു, പൈങ്കിളി മലർത്തേൻ കിളി, പൈങ്കിളി മലർത്തേൻ കിളി, മഞ്ഞു വീണതറിഞ്ഞില്ല, പൈങ്കിളി മലർത്തേൻ കിളി. നാട്ടിലെനിക്കൊരു അങ്ങനെ നമ്മളിപ്പോൾ നമ്മുടെ അടുത്ത ലൊക്കേഷനായ അതിരപ്പള്ളി എത്തി. അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന്റെ മനോഹരമായ കാഴ്ച നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കും. നമ്മുടെ ഈ ഒരു പാക്കേജിൽ നമ്മൾ അതിരപ്പള്ളിന്റെ ഉള്ളിലോട്ട് പോകുന്നില്ല. ഇവിടെ നിന്നുള്ള ഈ ഒരു കാഴ്ച കണ്ട് നമ്മൾ അടുത്ത വ്യൂ പോയിന്റിലേക്ക് പോകും. ഈ കാണുന്ന റൈറ്റ് സൈഡിലൂടെയാണ് അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിലേക്കുള്ള എൻട്രൻസ് വരുന്നത്. ഞായറാഴ്ച ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമാണ് അതിരപ്പള്ളി വെള്ളച്ചാട്ടം. ഇവിടെ ഒരാൾക്ക് 50 രൂപയാണ് എൻട്രി ഫീസ് വരുന്നത്. ചാലക്കുടിയിൽ നിന്ന് 32 കിലോമീറ്റർ ഉണ്ട് അതിരപ്പള്ളിയിലേക്ക്. അതിരപ്പള്ളിയിലേക്കും മലക്കപ്പാറയിലേക്കുമെല്ലാം വരാൻ പറ്റിയ ബെസ്റ്റ് ടൈം മൺസൂൺ കാലത്താണ്. മൺസൂൺ കാലത്തെ ഈ റൂട്ടിന്റെ ഭംഗി പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഹലോ, അങ്ങനെ അതിരപ്പള്ളി കഴിഞ്ഞ് നമ്മളിപ്പോൾ അടുത്ത ഡെസ്റ്റിനേഷനായ ചാർപ്പ വെള്ളച്ചാട്ടത്തിലേക്ക് എത്തി. അതിരപ്പള്ളിയിൽ നിന്നും 5 കിലോമീറ്റർ ഉണ്ട് ചാർപ്പിയിലേക്ക്. അതിരപ്പള്ളി മലക്കപ്പാറ റൂട്ടിലെ റോഡ് സൈഡിൽ തന്നെയുള്ള മനോഹരമായൊരു വെള്ളച്ചാട്ടമാണിത്. നമുക്കിവിടെ ഏകദേശം ഒരു 10-15 മിനിറ്റ് സമയമുണ്ട്. ആ കാണുന്ന പാലത്തിന് അവിടെ പോയി നമുക്ക് വെള്ളച്ചാട്ടം ആസ്വദിക്കാനും അതേപോലെ ഫോട്ടോസൊക്കെ എടുക്കാനും പറ്റും. പിന്നെ നല്ല മഴയുള്ള സമയത്ത് ഈ ഒരു വെള്ളച്ചാട്ടം ഏറ്റവും ഡേഞ്ചറാണ്. കാരണം അത്രയ്ക്കും ഫോഴ്സിലായിരിക്കും വെള്ളം വരുന്നത്. അങ്ങനെ നമ്മുടെ ബസ്സിലുണ്ടായിരുന്ന എല്ലാവരും കൂടി ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തിട്ടാണ് അവിടുന്ന് പോയത്.
അങ്ങനെ നമ്മളിപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ഡെസ്റ്റിനേഷനായ വാഴച്ചാലെത്തി. സമയം 11 മണി കഴിഞ്ഞു. ഇവിടെയും സെപ്പറേറ്റ് എൻട്രി ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിലേക്കുള്ള ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ വീണ്ടും വേറെ ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. ആ ടിക്കറ്റ് തന്നെ ഇവിടെ കാണിച്ചാൽ മതി. നമ്മൾ അതിരപ്പള്ളിയിലേക്ക് പോവാത്തതുകൊണ്ട് അവിടുന്ന് ടിക്കറ്റ് എടുത്തിരുന്നില്ല. അതുകൊണ്ട് ഇവിടെ സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കണം. ഒരാൾക്ക് 50 രൂപയാണ് ഇവിടെ എൻട്രി ഫീസ്. പിന്നെ ഇവിടെ വാഷ്റൂം സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ പോയ സമയത്ത് ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളമുണ്ടായിരുന്നു. ഈ കാണുന്ന എക്സിറ്റ് വഴിയാണ് വാഴച്ചാലിലെ കാഴ്ചകൾ കണ്ട് നമ്മൾ തിരിച്ചു വരുന്നത്. നമ്മുടെ ബസ് ഇവിടെയുള്ള പാർക്കിങ്ങിലുണ്ടാവും. പാർക്കിങ്ങിന്റെ അടുത്തായിട്ട് ചായയും സ്നാക്സും ഒക്കെ കിട്ടുന്ന ചെറിയ കടകളുണ്ട്. വാഴച്ചാലിൽ നമുക്ക് ഏകദേശം അരമണിക്കൂറിന് മുകളിൽ സമയം കിട്ടും. അങ്ങനെ വാഴച്ചാലിലെ കാഴ്ചകൾ കണ്ടുകഴിഞ്ഞ് നമ്മളിപ്പോൾ നേരെ മലക്കപ്പാറയിലേക്ക് പോവുകയാണ്. ഇവിടെ നിന്ന് 55 കിലോമീറ്ററോളം വനത്തിലൂടെ സഞ്ചരിച്ചു വേണം നമുക്ക് മലക്കപ്പാറയിലേക്ക് എത്താൻ. കേരളത്തിന്റെയും തമിഴ്നാട്ടിന്റെയും അതിർത്തി പങ്കിടുന്ന മനോഹരമായ ഒരു ഗ്രാമമാണ് മലക്കപ്പാറ. മലക്കപ്പാറയിൽ കൂടുതലായും ഉള്ളത് തേയിലത്തോട്ടങ്ങളാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് നമുക്ക് ആനയെ കാണാൻ സാധിച്ചു. പക്ഷേ അത് പെട്ടെന്ന് തന്നെ കാട്ടിന്റെ ഉള്ളിലേക്ക് പോയി. നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ മലക്കപ്പാറ യാത്രയിൽ ആനയും കാട്ടുപോത്തുമൊക്കെ കാണാൻ സാധിക്കും. രാവിലെയും വൈകുന്നേരവുമാണ് വന്യമൃഗങ്ങളെ കാണാനുള്ള ചാൻസ് കൂടുതലുള്ളത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ദൂരം വനത്തിലൂടെ സഞ്ചരിക്കാൻ പറ്റിയ ബസ് റൂട്ടുള്ളത് പത്തനംതിട്ട ജില്ലയിലെ ഗവിയിലേക്കാണ്. പത്തനംതിട്ടയിൽ നിന്നും ഗവിയിലേക്കുള്ള KSRTC യാത്രയുടെ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ റൂട്ടിലേക്ക് വിടുന്നത് അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവർമാരെയാണ്. കാരണം അത്രയ്ക്കും അപകടം പിടിച്ച ഒരുപാട് ഹെയർ പിൻ ബെൻഡുകൾ ഈ റൂട്ടിലുണ്ട്. പിന്നെ നമ്മുടെ സ്വന്തം വണ്ടിയിൽ നമുക്ക് ഈ റൂട്ടിലൂടെ വരാൻ സാധിക്കും. വാഴച്ചാൽ ഫോറസ്റ്റിൽ നിന്നും മലക്കപ്പാറയിലേക്ക് വരാൻ പ്രത്യേക ടൈമിംഗ് ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ചെക്ക് പോസ്റ്റ് ക്ലോസ് ചെയ്യും. പാടി വരും ഇല്ലിമുളം കാടുകളിൽ നല്ലം പാടി വരും തെന്നലേ തെന്നലേ. നമ്മൾ ഇല്ലിമുളം കാട് കാണാട്ടോ. നമുക്ക് ഇല്ലിമുളം കാട് ഇഷ്ടംപോലെ നമ്മൾ കണ്ടുവരേണ്ടത്. മലത്തോപ്പിലെ മലരുകൾ തൂകിടും മധുഗണമാകവേ നിറഞ്ഞു നിൽപ്പൊയു നിലിഞ്ഞിതാ വിരിഞ്ഞു അതിലായിരമാണ്ടു ഞാൻ മലരേ കണ്ടു ഞാൻ വിളയിൽ കണ്ണറിയുന്ന ആഹാരത്തിൻ പാടിക്കും നോളെ പാടിക്കും നോളെ ഇല്ലിമുളം കാടുകളിൽ നല്ല നല്ല പാടി കരു എന്നല്ലേ എന്നല്ലേ കണ്ണറിയുന്നോളെ ആഹാരത്തിൻ തോന്നലിൽ പാടിക്കും നോളെ പാടിക്കും നോളെ പദനി സനിത സനിത
താളത്തിൽ വരുമ്പോഴോ മനോഹരമായ ഈ ഒരു കാടിന്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് നമ്മുടെ സ്വന്തം ആനവണ്ടിയിലുള്ള ഈ ഒരു യാത്ര പ്രത്യേക ഒരു ഫീൽ തന്നെയായിരുന്നു. എങ്കിലും ഈ വരുന്ന യാത്രികരാണ് ഈ യാത്ര വിജയിപ്പിക്കുന്നത്. ഒരു പരിചയവുമില്ലാത്ത ആനവണ്ടി യാത്ര എന്ന് പറയുന്നത് ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത, ഒരു പരിചയവുമില്ലാത്ത, നാളെ കാണുമെന്ന് പ്രതീക്ഷയില്ലാത്ത ഒരുപറ്റം ആളുകളുടെ ഒപ്പമാണ് നമ്മൾ യാത്ര പോകുന്നത്. പാട്ട്, മിമിക്രി, അല്ലെങ്കിൽ നുണപറച്ചില് എന്ത് വേണമെങ്കിലും അവതരിപ്പിച്ച് നമ്മൾ പോകുക. കാഴ്ചകൾ കാണേണ്ടവർക്ക് കാഴ്ചകൾ കാണാം, പാട്ട് കേൾക്കേണ്ടവർക്ക് പാട്ട് കേൾക്കാം, ഡാൻസ് ചെയ്യേണ്ടവർക്ക് ഡാൻസ് ചെയ്യാം. കേരളത്തിന്റെ വ്യവസായ തലസ്ഥാനമായ എറണാകുളം എന്ന് പറയുന്ന കൊച്ചിയുടെ അറബിക്കടലിന്റെ റാണിയുടെ നാട്ടിൽ നിന്നും രാവിലെ മഞ്ഞുതുള്ളികൾ പുന്നാമ്പുകളെ ചുംബിച്ച് സ്വപ്നങ്ങൾ തുടങ്ങുന്ന സുന്ദരമായ പ്രഭാതത്തിൽ ആ എറണാകുളം സ്റ്റാൻഡിൽ നിന്നും മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായ ആനവണ്ടിയിൽ, ചന്ദനക്കളറും ചുമപ്പും നിറഞ്ഞ ആനവണ്ടിയിൽ ഞങ്ങൾ വലതുകാൽ വെച്ച് കയറുമ്പോൾ ഇതുവരെ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത മലക്കപ്പാറ എന്ന് പറയുന്ന കേരളത്തിന്റെ അതിർത്തി ഗ്രാമം, തമിഴ്നാടിന്റെ ഷോളയാർ റോഡ് ചേർന്ന് കിടക്കുന്ന ആ മനോഹരമായ പച്ചപ്പിൽ പുതഞ്ഞ തേയിലത്തോട്ടങ്ങളുടെ രാജകുമാരി എന്നറിയപ്പെടുന്ന മലക്കപ്പാറ കാണുക എന്ന ലക്ഷ്യത്തോടുകൂടി ആനവണ്ടിയിൽ യാത്ര തുടങ്ങുമ്പോൾ ഇതുവരെ ഞാൻ പരിചയപ്പെട്ടിട്ടില്ലാത്ത, എന്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരുപറ്റം ആളുകൾക്കൊപ്പമാണ് എന്റെ യാത്ര. മുന്നോട്ട് പോകുന്തോറും ഇടുങ്ങിയ റോഡുകളും അതേപോലെ അപകടം പിടിച്ച ഹെയർപിൻ ബെൻഡുകളുമായിരുന്നു. നമ്മുടെ ബസ്സിലെ സാരഥിയായ ലോകേഷ് ചേട്ടന് അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഹെയർപിൻ ബെൻഡുകളൊക്കെ വളരെ ഈസിയായി തന്നെ കൈകാര്യം ചെയ്യുന്നുണ്ടായിരുന്നു. ഒരിക്കൽ കൂടി ആയിരം പാദസരങ്ങൾ കിളന്തി. നീ വരുന്നോ എന്റെ നാടു കാണാൻ, ചക്കുരുത്തോലം പന്തലുണ്ട്, നല്ല പച്ചക്കിളികൾ കൺകാനമുണ്ട്. പൂവയലിൽ നീ വരും ഭാഗം വാങ്ങാൻ, യാത്രകൾ ചെയ്യാൻ താല്പര്യമുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, ഒരുപാട് പൈസ ഉണ്ടെങ്കിൽ മാത്രമേ യാത്ര ചെയ്യാൻ പറ്റൂ, അല്ലെങ്കിൽ സ്വന്തം വണ്ടി ഉണ്ടെങ്കിൽ മാത്രമേ യാത്ര ചെയ്യാൻ പറ്റൂ എന്നുള്ള കാഴ്ചപ്പാടുകൾ മാറ്റിവെച്ച് ഇതേപോലുള്ള ബസ് സർവീസുകൾ ഉപയോഗിച്ച് കുറഞ്ഞ ചെലവിൽ നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ സാധിക്കും. അപ്പോൾ ഇതേപോലുള്ള ബസ് സർവീസുകൾ ഉപയോഗിച്ച് മാക്സിമം യാത്ര ചെയ്യാൻ ശ്രമിക്കുക. കിട്ടില്ല, ചവിട്ടിയാ കിട്ടില്ല. ഈ കാണുന്നത് ലോവർ ഷോളയാർ വ്യൂ പോയിന്റ് ആണ്. നമ്മളിവിടെ തിരിച്ചു വരുമ്പോഴാണ് നിർത്തുന്നത്. ലോവർ ഷോളയാർ കേരളത്തിലും അപ്പർ ഷോളയാർ തമിഴ്നാട്ടിലുമാണ്. ഈ
കാണുന്ന ബസ് മലക്കപ്പാറയിൽ നിന്നും ചാലക്കുടിയിലേക്ക് പോകുന്ന റൂട്ട് ബസ്സാണ്. എല്ലാ ദിവസവും ചാലക്കുടിയിൽ നിന്നും മലക്കപ്പാറയിലേക്ക് KSRTCയുടെ നോർമൽ ബസ് സർവീസ് ഉണ്ടാവും. KSRTC ബസ് കൂടാതെ ചാലക്കുടിയിൽ നിന്ന് മലക്കപ്പാറ വഴി വാൽപ്പാറയിലേക്ക് ഒരു പ്രൈവറ്റ് ബസ് ഉണ്ട്. മത്സരം തുടങ്ങാൻ നാട്ടിലൊരിക്കൊരു നാരീടങ്ങരി മണ്ണുണ്ട്, ഒരു നാരീടങ്ങരി മണ്ണുണ്ട്. ക്ലാസ് കൊടുക്കേണ്ടി വരും കേട്ടോ. തങ്കപ്പാണി ഞങ്ങളയോടും കണ്ടേ പാലക്കത്തിൽ കണ്ടേ. മുന്നോട്ട് പോകുന്തോറും റോഡിന്റെ അവസ്ഥ വളരെ മോശമായിരുന്നു. ഏകദേശം 6-7 കിലോമീറ്റർ ഇതേപോലുള്ള റോഡായിരുന്നു. ഇതിനിടയ്ക്ക് എല്ലാവരും കൂടി സ്നാക്സ് ഒക്കെ ഷെയർ ചെയ്ത് കഴിക്കുന്നുണ്ടായിരുന്നു. പാമരം പളുത്തു വീണ്ടുമൊരു പ്രേമഗാനം വരച്ചു വരച്ചു അങ്ങനെ നമ്മളിപ്പോൾ മലക്കപ്പാറ എത്താനായി. ഇനി ഇവിടുന്ന് 2 കിലോമീറ്റർ ഉണ്ട് മലക്കപ്പാറയിലേക്ക്. ലെഫ്റ്റ് സൈഡായി കാണുന്നത് മലക്കപ്പാറയിലെ കേരളത്തിന്റെ ഫോറസ്റ്റ് ഓഫീസാണ്. അങ്ങനെ നമ്മളിപ്പോ മലക്കപ്പാറ എത്തി. സമയം 2:30 ഇത്രയും നേരം കാടിന്റെ കാഴ്ചകളാണെങ്കിൽ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് തേയിലത്തോട്ടങ്ങളുടെ കാഴ്ചകളാണ്. ഈ മലക്കപ്പാറ അതിർത്തിയിലേക്ക് കടന്നിരിക്കുകയാണ്. കേരള അതിർത്തി തീരുവാൻ പോകുന്നു. മലക്കപ്പാറ ഇനി 2 മിനിറ്റിന്റെ കേസുള്ളൂ. പോലീസ് സ്റ്റേഷൻ ഇത് കേരളത്തിന്റെ അതിർത്തി കഴിയുന്നു. മലക്കപ്പാറ എത്തിയപ്പോൾ ക്ലൈമറ്റ് ഒന്ന് മാറി. ചെറിയ രീതിയിലുള്ള മഴയും തണുപ്പും ഉണ്ടായിരുന്നു. ആ സമയത്തെ മലക്കപ്പാറയിലെ തേയിലത്തോട്ടങ്ങളുടെ കാഴ്ച കാണാൻ പ്രത്യേക ഒരു ഭംഗിയായിരുന്നു.
കാണുന്നത് അപ്പർ ഷോളയാർ ഡാമാണ്. ഉച്ചയ്ക്കുള്ള ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ ഷോളയാർ ഡാമിലേക്ക് പോകുന്നത്. അങ്ങനെ നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തിയതാണ്. ഈ കാണുന്ന ഹോട്ടലിൽ നിന്നാണ് നമ്മൾ ഉച്ചയ്ക്കുള്ള ഭക്ഷണം കഴിച്ചത്. ഞാനിവിടുന്ന് ഊണായിരുന്നു കഴിച്ചത്. ഫുഡൊക്കെ അത്യാവശ്യം നല്ല ഫുഡ് തന്നെയായിരുന്നു. ഏകദേശം 40 മിനിറ്റോളം നമുക്കിവിടെ ബ്രേക്ക് ടൈം ഉണ്ട്. അങ്ങനെ അവിടുന്ന് ഫുഡെല്ലാം കഴിച്ചതിന് നമ്മളിപ്പോൾ നമ്മുടെ അടുത്ത ലൊക്കേഷനായ അപ്പർ ഷോളയാർ ഡാമിലേക്ക് പോവുകയാണ്. അങ്ങനെ നമ്മളിപ്പോൾ ഷോളയാർ ഡാമിലെത്തി. ഇവിടെ എത്തിയപ്പോൾ അത്യാവശ്യം നല്ല മഴയുണ്ടായിരുന്നു. ഈ കാണുന്ന റോഡിൽ നേരെ പോയാൽ നമുക്ക് വാൽപ്പാറയിലേക്ക് എത്താം. ഇവിടുന്ന് 15 കിലോമീറ്റർ ഉണ്ട് വാൽപ്പാറയിലേക്ക്. മഴയായതുകൊണ്ട് ഞാൻ ഡാമിന്റെ അങ്ങോട്ടേക്ക് പോയില്ല. ഡാമിലിപ്പോൾ വെള്ളം കുറവാണ്. നമ്മുടെ ഈ മലയ്ക്കപ്പാറയിലെ അവസാനത്തെ ഡെസ്റ്റിനേഷൻ ഈ ഷോളയാർ ഡാമാണ്. ശരിക്കും ഷോളയാർ ഡാമിൽ നമുക്ക് അരമണിക്കൂറോളം സമയമുണ്ട്. പക്ഷേ മഴയായതുകൊണ്ട് എല്ലാവരും പെട്ടെന്ന് തന്നെ തിരിച്ച് ബസ്സിലേക്ക് കയറി. ഷോളയാർ ഡാമിലെ കാഴ്ചകളെല്ലാം കണ്ടതിന് തിരിച്ചു വരുന്ന സമയത്ത് തേയിലത്തോട്ടങ്ങളുടെ കാഴ്ചകൾ കാണാനും അവിടുന്ന് ഫോട്ടോസൊക്കെ എടുക്കാനുമായിട്ട് നമ്മുടെ ബസ് ഇവിടെ കുറച്ചു നേരം നിർത്തും. നമ്മുടെ ഈ ഒരു യാത്ര ആരംഭിക്കുന്ന സമയത്ത് ബസ്സിലെ എല്ലാവർക്കും പരസ്പരം അറിയില്ലായിരുന്നു. പക്ഷേ പിന്നീട് അങ്ങോട്ട് എല്ലാവരും പരിചയപ്പെട്ട് ഒരു ഫാമിലി പോലെയായിരുന്നു ഈ ഒരു യാത്ര പോയത്. അങ്ങനെ മലയ്ക്കപ്പാറയിലെ കാഴ്ചകളെല്ലാം കണ്ടതിന് നമ്മളിപ്പോൾ തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോകുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ കോടമഞ്ഞുണ്ടായിരുന്നു. കോടമഞ്ഞിൽ കൂടിയുള്ള ആ ഒരു KSRTC യാത്ര പ്രത്യേക ഒരു ഫീൽ തന്നെയായിരുന്നു. പിന്നെ തിരിച്ചു വരുന്ന വഴിക്ക് മലയ്ക്കപ്പാറയിലേക്ക് വന്ന ഒരു ഫാമിലിയുടെ കാറ് കംപ്ലൈൻ്റ് ആയി നിൽക്കുന്നുണ്ടായിരുന്നു. ആ വണ്ടി എന്തായാലും ഇനി ഇത്രയും ഹെയർ പിന്നിറങ്ങി താഴേക്ക് പോകുന്നത് റിസ്ക് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ സിറാജ് ചേട്ടനും ലോകേഷ് ചേട്ടനും കൂടി അവരോട് പോയി സംസാരിച്ച് നമ്മുടെ ബസ്സിൽ കയറിക്കോളാൻ പറഞ്ഞു. അതെന്തായാലും ആ ഒരു ഫാമിലിക്ക് വലിയൊരു ഹെൽപ്പ് തന്നെയായിരുന്നു. അങ്ങനെ നമ്മുടെ ബസ് ഇപ്പോൾ ലോവർ ഷോളയാർ വ്യൂ പോയിന്റിൽ നിർത്തിയിരിക്കുകയാണ്. അത്യാവശ്യം ഇരുട്ടായതുകൊണ്ട് അധികം കാഴ്ചകളൊന്നും കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ലോവർ ഷോളയാർ കേരളത്തിലും അപ്പർ ഷോളയാർ തമിഴ്നാട്ടിലുമാണ്. ഇവിടെ എത്തിയപ്പോൾ ചെറിയ രീതിയിലുള്ള മഴയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും പെട്ടെന്ന് തന്നെ തിരിച്ച് ബസ്സിലേക്ക് കയറി. തിരിച്ചിറങ്ങുന്ന സമയത്ത് അത്യാവശ്യം നല്ല ബ്ലോക്കായിരുന്നു. കാരണം അന്വേഷിച്ചപ്പോൾ റോഡിൽ ആന ഇറങ്ങിയിരിക്കുകയാണ്. നമ്മുടെ ബസ്സിലുണ്ടായിരുന്ന എല്ലാവർക്കും ആനയെ തൊട്ടടുത്ത് കാണാത്തതിന്റെ വിഷമത്തിലായിരുന്നു. അത്യാവശ്യം ഒരുപാട് നേരം നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തു. അങ്ങനെ ബ്ലോക്ക് മാറി നമ്മൾ മുന്നോട്ട് പോകാൻ തുടങ്ങി. പിന്നീടുള്ള കാഴ്ച ശരിക്കും ഞങ്ങളെ പേടിപ്പിച്ചു. വെള്ളം വെക്കരുത്, ആരും വെള്ളം വെക്കരുത്. വെള്ളം വെക്കരുത്, ആരും വെള്ളം വെക്കരുത്. വെള്ളം വെക്കരുത്. വണ്ടി
എല്ലാവരും ആനയെ കണ്ടതിന്റെ എക്സൈറ്റ്മെന്റിലാണ്. എന്തായാലും ആനയെ കണ്ടില്ല എന്നുള്ള എല്ലാവരുടെയും പരാതി മാറിക്കിട്ടി. പക്ഷേ ആരും തന്നെ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചിരുന്നില്ല. ശരിക്കും ബസ്സിലുണ്ടായിരുന്ന എല്ലാവരും തന്നെ ഒന്ന് പേടിച്ചുപോയി. അതെ നമ്മളെ വണ്ടിയെടുത്തപ്പോ അത് മാറി തന്നത് സൗണ്ട് ഉണ്ടാക്കിയെന്നറിയോ? അത് പേടിച്ചിട്ടാ സൗണ്ട് മാനസിക പിരിമുറുക്കം ശരിക്കനുഭവിച്ചുകൊണ്ട് ഈ എല്ലാ വിനോദയാത്രകളും ശരിക്കനുഭവിച്ചുകൊണ്ട് നമ്മുടെ സമർത്ഥനായ സാരഥിയുടെ മനോവീര്യം, ആ ഒരു മനോവീര്യം തന്നെയാണ് ഇതിന്റെ മുന്നോട്ട്. ആ സാരഥിയുടെ അനാവശ്യമായി ഹോണുണ്ടാക്കാതെ ഹോണടിക്കാതെ ആനയെ തീർത്തുന്ന മനോധൈര്യത്തോടെ ഒരു സമർത്ഥനായ നമ്മുടെ സാരഥി ലോകേഷിന്റെ നേതൃത്വത്തിൽ നമുക്ക് ഈ ഉദ്വേഗജനകമായ നിമിഷത്തെ അതിജീവിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് നമ്മുടെ ഒരു മുതൽക്കൂട്ടാണ്. അങ്ങനെ നമ്മളിപ്പോ തിരിച്ച് ചാലക്കുടി കഴിഞ്ഞ് അങ്കമാലി എത്താനായി. സമയം 10:30 നമ്മളിപ്പോ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയതാണ്. ശരിക്കും ഈ ഒരു സമയം കൊണ്ട് നമ്മൾ എറണാകുളം എത്തേണ്ടതാണ്. പക്ഷേ ആന ഇറങ്ങിയതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ലേറ്റ് ആയത്. ഏകദേശം 1 മണിക്കൂറോളം നമ്മൾ ബ്ലോക്കിൽപ്പെട്ട് നിന്നു. അങ്ങനെ ഫുഡ് കഴിച്ചു കഴിഞ്ഞ് നമ്മളിപ്പോൾ തിരിച്ച് എറണാകുളം എത്താനായി. നമ്മുടെ ഈ ഒരു യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഓരോ യാത്രയും അവസാനിക്കുമ്പോൾ ബാക്കിയാവുന്നത് കുറേ ചിത്രങ്ങളും ഓർമ്മകളും മാത്രമാണ്. എറണാകുളത്ത് നിന്ന് മലയ്ക്കപ്പാറയിലേക്കുള്ള ഈ ഒരു ഉല്ലാസയാത്ര നിങ്ങളെ ഒരിക്കലും നിരാശപ്പെടുത്തില്ല എന്ന കാര്യത്തിൽ ഉറപ്പാണ്. ഒരുപാട് നല്ല കാഴ്ചകളും അതേപോലെ ഒരുപാട് നല്ല ഓർമ്മകളും തന്ന മനോഹരമായൊരു യാത്രയായിരുന്നു ഇത്. ഇന്നത്തെ യാത്രയിൽ വന്നവർക്ക് അവരുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത നിമിഷങ്ങൾ സമ്മാനിച്ച ഒരു യാത്രയായിരിക്കും ഈ ഒരു മലയ്ക്കപ്പാറ യാത്ര. പിന്നെ യാത്ര തുടങ്ങിയത് മുതൽ ഈ നിമിഷം വരെ നമ്മുടെ കോർഡിനേറ്ററായ സിറാജ് ഏട്ടനും ഡ്രൈവറായ ലോകേഷ് ഏട്ടനും നമുക്ക് നൽകിയ സപ്പോർട്ട് പറയാതിരിക്കാൻ വയ്യ. അത്രയും നല്ല സപ്പോർട്ടായിരുന്നു യാത്രക്കാരോട് അവരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. എറണാകുളത്ത് നിന്ന് മലയ്ക്കപ്പാറയിലേക്കുള്ള ഈ ഒരു ഉല്ലാസയാത്ര ബുക്ക് ചെയ്യാനുള്ള നമ്പർ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളിപ്പോൾ തിരിച്ച് എറണാകുളം സ്റ്റാൻഡിലേക്ക് എത്തി. സമയം 12 മണി കഴിഞ്ഞു. എല്ലാവരും പരസ്പരം യാത്ര പറഞ്ഞു മടങ്ങി. ഇനിയും ഇതേപോലുള്ള മനോഹരമായ യാത്രകളുടെ വീഡിയോ നമ്മുടെ ചാനലിൽ വരാനുണ്ട്. അപ്പോൾ കഴിഞ്ഞ എൻ്റെ വീഡിയോസ് എല്ലാം കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വലിയൊരു താങ്ക്സ് ഉണ്ട്.